അവിടെ നിന്നേ. എന്താടെ ഡേയ്, നിന്റെ പിള്ളകൾ DDT പാർട്ടിയോട് വേണ്ട. എടാ, എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നതാണ് നിന്റെ വിചാരം? എന്താ കാര്യം പറഞ്ഞേ? ഇന്നലെ ആ ജംഗ്ഷനിൽ വെച്ചിരുന്ന DDT പാർട്ടിയുടെ ബോർഡ് നീ എടുത്ത് മാറ്റിയാ ഇന്നലെ വൈകുന്നേരം? ഇന്നലെ വൈകുന്നേരം എടുത്ത് പോവാണ്. നീ ഇപ്പോഴാണ് അറിയണത്? നിന്റെ വലിച്ച കൂടുതൽ നീ കിണിച്ച തമാശയായിട്ട് ഞാൻ കാര്യമായിട്ടാണ് പറയണ കനക. കേട്ടാ, ബോർഡ് എടുത്ത് മാറ്റി എന്തിനാ നീയും നിന്റെ പോലീസുകാരും കൂടെ വന്ന്? അനധികൃതമായി വെച്ച എല്ലാ ബോർഡുകളും എടുത്ത് മാറ്റിയില്ലേ, പിന്നെന്താ കുഴപ്പം? അനധികൃതമായിട്ട് വെച്ച എല്ലാ ബോർഡും നീ മാറ്റിയോ? അതാണ് എനിക്കറിയേണ്ടത്. ഇപ്പോഴും അവിടെ ഒരു ബോർഡ് ഇരിപ്പുണ്ട്. KKPP-യിലെ സാബുവിൻ്റെ, അതായത് നിന്റെ കൂട്ടുകാരൻ്റെ, അവരുടെ പാർട്ടിയുടെ ബോർഡ് അവിടെ ഇരിപ്പുണ്ട്. എടേ, നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ ഇവിടെ അല്ല, നീ സ്റ്റേഷനിൽ വാ. ഒരു പരാതി സ്റ്റേഷനിൽ പറഞ്ഞ കാര്യമൊന്നും നീ പറയല്ലേ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള വികാരം എന്താണെന്ന് എനിക്കറിയാം. നീ സാബു നിന്നെ കാണേണ്ട രീതിയിൽ ചുമ്മാ ആവശ്യമില്ലാത്തവരെ കാര്യം പറയാനല്ലേ ഉള്ള കാര്യം തന്നെ പറഞ്ഞത്. എന്തിന്റെ കുഴപ്പമാണ് അവന്? എന്താ എന്ത് കുഴപ്പം? എന്ത് ക്ലീറ്റോ ഇപ്പൊ എന്താ കേൾപ്പിച്ചോണ്ട്? അതെ, പോവാൻ വരട്ടെ. ഞാൻ ചോദിച്ചതിന് മറുപടി പറ സാർ, എന്നിട്ട് പോയാ മതി. എന്താ കാര്യം? മഴ വരുന്നു, നീ പോവാൻ നോക്കടാ. പോയിട്ടില്ല, അത്യാവശ്യം വൈകി പോയാ മതി. സാറ് എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് ചോദിച്ചു, എടാ നിന്റെ അളിയനല്ലേ ക്ലീറ്റോ ഈ തോന്നിയ ദിവസം കാണിച്ചെന്ന് ചോദിച്ചു. ഞാൻ ചൂളിപ്പോയി. നീ ചാവി കിടന്നേ. ഇല്ല, നീ പോണ്ടേ കളിക്കല്ലേ. വൈകി പോയത് എവൻ എന്ത് തോന്നിയ നീ പോടാ. നീ നോക്കിക്കോ, പിള്ളേര് വരും. ഒരു കാര്യം ഈ കാര്യം പിന്നല്ലാതെ കളിച്ച് DDT പാർട്ടിയുടെ മഴ നനഞ്ഞു പോയപ്പോ തൃപ്തിയായല്ലോ. നനയട്ടടി, അപ്പൊ ഇവരൊന്നും പോയിട്ടൊരു കാര്യമില്ല. അല്ലേ, നമുക്ക് ജോലിക്ക് പോണം അവന്റെ മുമ്പിൽ നിന്നിട്ട്. ജോലിക്ക് പോണതാ? ബാക്കിയുള്ളവരുടെ ജീവിതം എല്ലാം മുട്ടിച്ചിട്ടാണ്. അപ്പുകുട്ട സാറിന്റെ അയ്യോ. അപ്പുകുട്ട സാർ എന്തായിരുന്നു? ഞങ്ങളെ ബോർഡ് പാർട്ടി ഞങ്ങൾ കൊണ്ടുവച്ച ബോർഡ് എവന്റെ പോലീസുകാരെല്ലാം കൂടെ ഒന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് ആ സാബുവിന്റെ പാർട്ടിയുടെ അത് മാത്രം വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം അനധികൃതം. സാബുവിന്റെ പാർട്ടി നല്ല പാർട്ടി. എന്തെങ്കിലും കാര്യമുണ്ടടി, വാങ്ങിച്ചാണ് വെള്ളി. ഒരാള് പണിക്ക് പോകുമ്പോഴല്ല അമ്മ അതിലുള്ള തോന്നിയാസം കാണിക്കുന്നത്. ഇവൻ പണിക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ നോക്കിക്കോ, വേറെ ഒരു പോലീസുകാരനും അയാൾ അളിയന്റെ ബോർഡ് എടുത്ത് മാറ്റിയിട്ടില്ല. ഇവൻ മാത്രം എൻ്റെ അടുത്ത് എന്തിനാണ് എന്നോട് ഈ ദ്രോഹം ചെയ്യണത്? ഉച്ചയ്ക്ക് ഉണ്ണാൻ വരട്ടടി ഇവിടെ ബാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ റെഡിയായി നിപ്പുണ്ട്. രണ്ട് പിള്ളേരുണ്ട്. കൊറേ നാട്ട് ഒരു കുഴപ്പമില്ലാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ ഫ്ലെക്സ് തുടങ്ങി. കുഴപ്പം ഉണ്ടാക്കാനായിട്ട് ആരും നടക്കല്ലേ? നിങ്ങൾ അത്രയും കുഴപ്പം ആർക്കും ഉണ്ടാവില്ല.